ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് പുളിയിഞ്ചിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു 100-150 ഗ്രാം ഇഞ്ചിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഞാൻ ചെറുതാക്കി നുറുക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. എനിക്ക് കടിക്കുന്നത് ഇഷ്ടമല്ല. അതിന് വേണ്ടിയുള്ള ചേരുവകൾ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ഒരു 5-6 ചെറിയ ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ 2 വലിയ കാശ്മീരി മുളകിൻ്റെ ഉണക്കമുളക് നുറുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പില. ഇതിലേക്ക് ആവശ്യമുള്ള പുളി, ഒരു വലിയ ഉരുള പുളി എടുത്തിട്ട് ഞാൻ പിഴിഞ്ഞ് അരിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ 3 കട്ട ശർക്കര അതുപോലെ അരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി, കായം, 3-4 മണി ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളൻ ചട്ടി എടുത്ത് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് പുളിവെള്ളവും ശർക്കര എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കും. കാരണം പുളിവെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത്രയും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളമൊക്കെ അവിടെ നിന്ന് തിളച്ച് സെറ്റാക്കട്ടെ. ആ നേരത്ത് നമുക്ക് ഇഞ്ചിനെ വറുത്ത് പോരാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിനെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഞാൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട്. സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചി ആണെങ്കിലും നമ്മളിതുപോലെ അരിഞ്ഞതിന് ശേഷം ചെറുതാക്കി നുറുക്കിയതിന് ശേഷം ഒന്ന് ഉപ്പുവെള്ളത്തിലിട്ടിട്ട് 2-3 തവണ കഴുകി വാർന്ന് വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ വറുക്കാൻ. കാരണം അതിലൊരു പശ കുറേ ഊറി വരും. ഇത് നാടൻ ഇഞ്ചി ആയത് കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ല. കാരണം അതിൻ്റെ നല്ല ഫ്ലേവറെല്ലാം പോകില്ല എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇത് നല്ല അധികം മൂത്ത് ചെറുതനായ ഇഞ്ചി ഈ കറിക്ക് കൊള്ളൂല, ഭയങ്കര നാരായിരിക്കും. നല്ല എളുപ്പം ഇഞ്ചിയാണ് ഇങ്ങനെ പുളി ഇഞ്ചിയൊക്കെ വെക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ ഇതവിടെ ഇരുന്ന് സെറ്റാവുന്നുണ്ട്. അതുപോലെ നമ്മുടെ പുളിച്ചാറും ഇവിടെ ഇരുന്നും കൊണ്ട് സെറ്റാവുന്നുണ്ട്. ഇതിൻ്റെ പച്ച മണമെല്ലാം മാറണം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് കുറുകിയതിന് ശേഷമാണ് നമുക്ക് ഇതിലോട്ട് ഈ വറുത്ത ഇഞ്ചിയെല്ലാം നമുക്ക് ശരിയാക്കി ഇടാം. അപ്പം നമ്മൾ ഇഞ്ചിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അതൊന്ന് വീണ്ടും മിക്സിയിൽ പകുതി എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ബാക്കി പകുതി കറിയിലോട്ട് ഇടും. അങ്ങനെയാണ് കേട്ടോ ചെയ്യണം. അപ്പം നമ്മൾ വറുത്ത് പൊടിച്ചതാകെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് മാറിയത് കണ്ട. ആദ്യം അധികം ഉണ്ടെങ്കിലും നമ്മൾ വറുത്തെല്ലാം കഴിയുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഇനി നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് ശർക്കര നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം ശർക്കര നീര് ഒഴിക്കരുത്, കാരണം മധുരം അധികമായാലും നമുക്കിത് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഇത്രയും നേരമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഉപ്പിട്ടു. ഇതിവിടെ ഇരുന്ന് തിളക്കട്ടെ. തിളച്ച് കുറുകണം. അപ്പോഴത്തേക്കും നമുക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കാം. പുളിക്കറിക്ക് ആവശ്യമായ കടുക് നമ്മൾ 1 സ്പൂൺ നിറച്ചുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, പച്ചമുളകും എല്ലാം നന്നായിട്ട് മുരിയട്ടെ. ഇടക്കിടുന്നു ഉണക്കമുളകും വേപ്പിലയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഉള്ളിയെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഉലുവ വറുത്ത് പൊടിച്ചത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വറുത്ത് വെച്ചേക്കണതെല്ലാം നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് കേട്ടോ. ഇതിൽ കിടന്നിട്ടൊന്ന് മുരിഞ്ഞ് സെറ്റാകട്ടെ. ഇതിലോട്ട് കുറച്ച് കായവും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പുളിയും ഉപ്പും എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ശർക്കരയുടെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ.
ഹായ് കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ ഇഞ്ചിക്കറിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സദ്യയിൽ കേമനാണ്, തൊട്ടുകൂട്ടാൻ അതിലും കേമനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂട്ടുകാരെ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, സീ യു.